ഈ ഇരിക്കുന്ന നമ്മളെല്ലാം സ്വർഗം ആഗ്രഹിക്കുന്നവരും നരകത്തിൽ നിന്ന് രക്ഷ തേടുന്നവരുമാണ്. നമസ്കാരത്തിന്റെ അത്തഹിയാത്തിൽ നമ്മൾ പറഞ്ഞതും ആവശ്യപ്പെട്ടതും റബ്ബിനോട് അതാണ്. എന്ത് കാര്യവും നമ്മൾ ചെയ്യുന്നത് നമുക്ക് മാത്രമുള്ള പ്രത്യേകത, മറ്റുള്ളവരെ പോലെയല്ല. നമ്മുടെ ജീവിതത്തിൽ ഒരടുക്കും ചിന്തയുമുണ്ട്. എന്ത് ചെയ്യുമ്പോഴും ഞാൻ ഈ ചെയ്യുന്ന പ്രവൃത്തി മരണത്തിന് ശേഷമുള്ള എന്റെ ജീവിതത്തിൽ ഉപകരിക്കുന്നതാണോ എന്ന് നോക്കിയിട്ടേ നമ്മൾ ചെയ്യും. നമ്മുടെ ഏത് കാര്യവും നടത്തം പോലും 5 ഖുർആനിക വചനം കൊണ്ട് സ്ഥിരപ്പെട്ടത്. എങ്ങനെയാണ് നടക്കേണ്ടതെന്ന് അല്ലാഹു 5 സ്ഥലത്ത് പറഞ്ഞിരിക്കുന്നത്. ഇപ്പൊ ഭൂമിയിലൂടെ നടക്കുന്നത് പോലും 5 സ്ഥലത്ത് വിവരിക്കപ്പെട്ട ഒരു ഗ്രന്ഥം നമ്മുടെ കയ്യിലുണ്ട്. ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന ലിമൻ കാന യർജുല്ലാഹ്. ഖുർആനിലെ 33-ാം അധ്യായം സൂറത്ത് അഹ്സാബിലെ 21-ാമത്തെ വചനം. തിരുദൂതർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിങ്ങൾക്ക് ഉത്തമമായ മാതൃകയുണ്ടായിട്ടുണ്ട്. എല്ലാ കാര്യത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃക. അധികവും മുസ്ലിം സമുദായം നിസ്കരിക്കുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ച പോലെ ആകണം എന്നൊക്കെ വാദിക്കുന്നവരും സംവാദം നടത്തുന്നവരും ഒക്കെയാണ്. എന്നാൽ വിവാഹത്തിന്റെ കാര്യത്തിൽ മുസ്ലിം സമുദായത്തെ മൊത്തം പരിശോധിച്ചാൽ അത് നാട്ടാചാരം അനുസരിച്ച്, നാട്ടുനടപ്പനുസരിച്ച്, ഓരോരുത്തരുടെ സാമ്പത്തിക കഴിവനുസരിച്ച് അല്ലാഹുവിന് ഒരിക്കലും പൊരുത്തമില്ലാത്ത വിധത്തിലാണ് കല്യാണം നോക്കുന്നത്. അതുകൊണ്ട് അറിയുക, 9 ഭാര്യമാരുടെ കൂടെ ജീവിച്ച ഒരാളാണ്, ഒരേ സമയത്ത് ജീവിച്ച ഒരാളാണ് നമ്മുടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബിയുടെ മക്കളെ കെട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനേക വിവാഹങ്ങളെ ശ്രദ്ധിച്ച് മേൽനോട്ടം വഹിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച പോലെ സൂറത്ത് വചനമാണ്. ഈ വചനത്തിൽ പറയുന്നത്, നിങ്ങൾ അല്ലാഹുവിനെ ഇഷ്ടപ്പെടുന്നുണ്ടോ? ഒരു ചോദ്യമാണ്. നിങ്ങൾ അല്ലാഹുവിനെ ഇഷ്ടപ്പെടുന്നുണ്ടോ എങ്കിൽ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിങ്ങൾ ഇത്തിബാ ചെയ്യണം. എങ്കിൽ യുഹിബ്ബുകുമുല്ലാഹ്, അല്ലാഹു നിങ്ങളെ ഇഷ്ടപ്പെടും. വയഗ്ഫിർ ലക്കും ദുനൂബക്കും, നിങ്ങളുടെ പാപങ്ങൾ പുറത്തു തരും. നോക്കൂ, അല്ലാഹുവിന്റെ റസൂലിനെ ഒരാൾ എത്ര കണ്ട് അനുസരിക്കുന്നുവോ അത്ര കണ്ട് അല്ലാഹു അയാളെ ഇഷ്ടപ്പെടും. ഭൂമിയിൽ, കരവനയിൽ, തിരുവനന്തപുരത്ത്, വെള്ളക്കടവിൽ, അല്ലെ, സല്ലോക്കിൽ, എവിടെയാണെങ്കിലും ആ വ്യക്തി അല്ലാഹുവിന്റെ തിരുദൂതരെ എത്ര കണ്ട് അനുസരിക്കുന്നുവോ അത്ര കണ്ട് അല്ലാഹു അയാളെ ഇഷ്ടപ്പെടും. ഒരാൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയിൽ നിന്ന് എത്ര അകലുന്നുവോ അത്ര അല്ലാഹുവിന്റെ ഇഷ്ടത്തിൽ നിന്ന് അയാൾ അകലും. അയാൾക്ക് പാപം പൊറുക്കുക എന്നത് കുറയുകയും ചെയ്യും. അപ്പൊ ഒരാൾ അല്ലാഹുവിന്റെ റസൂലിനെ എത്ര കണ്ടനുസരിക്കുന്നുവോ അത്ര കണ്ടാണ് അല്ലാഹുവിന്റെ തൃപ്തി. എത്ര ധിക്കരിക്കുന്നുവോ അത്ര കണ്ടാണ് അല്ലാഹു അയാളിൽ നിന്ന് അകന്നു പോകുക. ഈ ഇരിക്കുന്ന ആരും അല്ലാഹുവിന്റെ ഇഷ്ടത്തിനെതിരാകണമെന്ന് കൊതിക്കുന്നവരേയല്ല. പക്ഷെ നമ്മുടെ ജീവിതം കൊണ്ട് അങ്ങനെയാണ് പലപ്പോഴും നമ്മൾ. അതുകൊണ്ട് കരുതണം എന്ന് മാത്രമാണ് ഈ സന്ദർഭത്തിൽ എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച വിവാഹത്തിന്റെ ഒരു ചെറിയ രൂപം അതുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. നോക്കൂ, ഞാൻ ഈ അടുത്ത കാലത്ത് നടന്നിട്ടുള്ള 2 സംഭവങ്ങൾ പറയാം. ഒന്ന്, ഒരു ചെറുപ്പക്കാരൻ ഗൾഫിലായിരുന്നു. കേരളത്തിൽ വന്നു, നാട്ടിൽ വന്നു, മലയാളിയാണ്, നല്ലൊരു കുടുംബത്തിൽ നിന്ന് കല്യാണം കഴിച്ചു. 2 മാസത്തോളം ഇവിടെ കൂടി നല്ല ദാമ്പത്യമൊക്കെ നയിച്ച് അയാള് ഗൾഫിലോട്ട് വീണ്ടും ജോലിക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് 10-11 ദിവസം കഴിഞ്ഞപ്പോ അദ്ദേഹത്തിന് ഒരു ഫോൺ വരികയാണ്. ഭാര്യയ്ക്ക് സുഖമില്ല, വേറൊന്നല്ല, ഭാര്യയ്ക്ക് സുഖം. എന്താണ് അസുഖം എന്ന് വെച്ചാൽ ക്യാൻസറാണ്. 4 സ്റ്റേജിൽ കഴിഞ്ഞിട്ടുണ്ട്. കല്യാണം കഴിഞ്ഞ് 2 മാസമായിട്ടേ ഉള്ളൂ. ക്യാൻസറാണ്, 4 സ്റ്റേജിൽ കഴിഞ്ഞിട്ടുണ്ട് എന്നാണ്. അപ്പം ഇനി അത്ര അധിക ദിവസമൊന്നും ഇല്ല എന്ന് ഏറ്റവും പ്രഗത്ഭനായ ക്യാൻസർ ഡോക്ടർ വിദഗ്ധൻ പറയും. അങ്ങനെ ഈ പെൺകുട്ടിയുടെ രക്ഷിതാക്കൾ അവനോട് പറയാം, ഗൾഫിലുള്ളവരോട്, ഇനിയിപ്പോ എന്തിനാ പറയാൻ, നീ അവളെ ഒഴിവാക്കി, ഞങ്ങൾ നോക്കിക്കോട്ടെ, കുറച്ച് ദിവസമല്ലേ ഉള്ളൂ എന്നാണ് മാതാപിതാക്കൾ പെണ്ണിന്റെ പാപ്പയും പറയുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ട് അവന്റെ പേമയും അവനോട് പറഞ്ഞാൽ ശരി, അവർക്ക് ആവശ്യപ്പെടുന്നുണ്ടല്ലോ, അപ്പൊ ഇനിയിപ്പോ നീ റിസ്ക് എടുക്കണ്ടല്ലോ, അവളെ ഒഴിവാക്കിക്കൂടെ. അവനതിന് തയ്യാറായില്ല. അന്നാലും പേടിക്കുന്ന ഒരു ചെറുപ്പക്കാരനാണ് തയ്യാറ്. അപ്പൊ ഡോക്ടറെ കൊണ്ട് വിളിപ്പിച്ചിട്ട് പറഞ്ഞു, എടാ നീ അവളെ ഒഴിവാക്കിക്കളെ, ഞാനാണ് അവളെ നോക്കുന്നത്, അവളെ അടുത്ത് മരിച്ചു പോകും. ഈ ചെറുപ്പക്കാരൻ ഡോക്ടറോട് പറയാം, നിങ്ങൾ എന്തൊരു ഡോക്ടറാണ്, നിങ്ങൾ മരിക്കും എന്നല്ലല്ലോ പറയേണ്ടത്, നിങ്ങൾ ജീവിക്കാൻ സാധ്യതയുണ്ടെന്ന് പ്രതീക്ഷ നൽകേണ്ട ഒരാളാണല്ലോ നിങ്ങൾ ഡോക്ടർ എന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് നിങ്ങൾ ചികിത്സിക്കൂ. അവർക്ക് രോഗം നൽകിയ, അല്ലെങ്കിൽ അവർക്ക് ഈ ഒരു സിറ്റുവേഷൻ ഒരു പരീക്ഷണമാക്കി നിശ്ചയിച്ച പടച്ചതമ്പുരാൻ അവർക്ക് ശിവ നൽകിയേക്കാം എന്ന് പറഞ്ഞിട്ട് ഈ ചെറുപ്പക്കാരൻ, ഇവിടെ നമ്മൾ ഇത്ര ചെറുപ്പക്കാരുണ്ട്, നമ്മുടെ മനസ്സിങ്ങനെ പാകപ്പെടുവോ. ചെറുപ്പക്കാരൻ നേരെ ഫ്ലൈറ്റിൽ ടിക്കറ്റ് ഒക്കെ ഓക്കെ ആക്കി നാട്ടിൽ നേരെ വന്ന് എയർപോർട്ടിൽ ഇറങ്ങി നേരെ ഡോക്ടറുടെ കേബിളിൽ കയറി ചെന്നിട്ട് ഡോക്ടറോട് പറഞ്ഞു, നിങ്ങളാ പറഞ്ഞ ആള് ഞാനാണ്, ആ രോഗിയുടെ ഭർത്താവ് ഞാനാണ്,
അപ്പൊ ഈ അമുസ്ലിമായ ഡോക്ടർ ഈ ചെറുപ്പക്കാരനോട് പറയുന്നത്, നിന്റെ കാര്യം എനിക്ക് അത്ഭുതമാണ് തോന്നുന്നത്. അപ്പൊ പറഞ്ഞു, ശരിയാണ്, അജബലി അമറിൽ മുമ്പിന്റെ കാര്യം അത്ഭുതമാണ്, ഞാനൊരു മുമ്പിനാണ്. അത് മാത്രമല്ല, 2 മാസങ്ങൾക്കപ്പുറത്ത് ഈ പെൺകുട്ടിയെ, എന്നെയാണ് ഞാൻ അസ്ലമിനോട് പറയുന്നത്, ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് ഈ പറയുന്നത്. ഈ പെൺകുട്ടിയെ അവളുടെ ഉപ്പ ഷിബു സാഹിബ് ഏൽപ്പിക്കുമ്പോ ചെറുപ്പക്കാരൻ പറയുന്നത്, അതൊരു സുദൃഢമായ കരാറായി. ഞാൻ ആ പെണ്ണിന്റെ ഉപ്പാന്റെ കൈ കൊടുത്തുകൊണ്ട്, വലത് കൈ കൊടുത്തുകൊണ്ട്, ഞാൻ നിങ്ങളുടെ മകളെ എന്റെ ജീവിത പങ്കാളിയായി, എന്റെ പ്രാണപ്രേയസിയായി, എന്റെ ഇണയായി, എന്റെ ജീവൽ ഗന്ധിയായി ഞാൻ സ്വീകരിച്ചിരിക്കുന്നു എന്നതൊരു മഹാകരാറാണ്. അത് മാത്രമല്ല, ഒരു അത്ഭുതകരമായ കാര്യമാണ്. ഒരമ്മാവിൽ നിന്നാണ് ആണെങ്കിൽ പെണ്ണിനെ സൃഷ്ടിച്ചത്. നോക്കൂ, കയ്യിലൊരു നാണയം, 5 രൂപയുടെ ഒരു മൊട്ടന്റെ പോലെ നാണയം എടുത്ത് കയ്യിൽ വെച്ചിട്ട് ഒരു വാട് ഉപയോഗിച്ചിട്ട് അതിന്റെ 2ആയിട്ട് പകുത്ത്, ഈ നാണയത്തെ 2ആയിട്ട് പകുത്ത് 2 ഗർഭപാത്രത്തിൽ കൊണ്ടേക്ക് അള്ളാഹു നിശ്ചയിച്ചു. ശരിക്കും ചിന്തിക്കണേ. അല്ലാതെ പ്രയോഗമാണ് ഖുർആനിലെ 30-21 വചനമാണ്. എന്താ പ്രയോഗം നോക്ക്, നോക്കൂ. ഒരു നാണയത്തെ 2ആയിട്ട് തിരിയിട്ട് 2 ഗർഭപാത്രത്തിൽ. അസ്ലമിന്റെ ഉമ്മ അസ്ലമിനെ ചുമക്കുന്നു, ആയിഷയുടെ ഉമ്മ ആയിഷയെ ചുമക്കുന്നു, 2 അർദ്ധം. അതിനെ പിന്നെ അമ്മ യോജിപ്പിക്കുന്ന എപ്പോഴാണെന്നറിയോ? ഇന്ന് ആ 2 കീറിയ നാണയം, ആ 2 അർദ്ധാത്മാവ് ഇന്ന് ഒന്നാകുന്നതിന്റെ പേരാണ് എന്ത്? അവർക്കിടയിൽ മവദ്ദത്ത്, പ്രേമം, ഇഷ്ക്, പിന്നെ റഹ്മത്ത്, കാരുണ്യം. എന്തുകൊണ്ടായിരിക്കാം ഒരു അന്യ പുരുഷന്റെ മകളെ ജീവിത പങ്കാളിയാകുന്നതോടുകൂടെ ലോകത്ത് ആരോടുമില്ലാത്തൊരു ഇഷ്ടം ഉണ്ടാകുന്നത്? ഈ അർദ്ധപാതി എവിടേക്ക് വന്നു ചേരാൻ 2 ഗർഭപാത്രത്തിൽ അത് വെച്ചതായിരുന്നു, അതൊന്നായിരുന്നു. അതിനെ അള്ളാഹു വീണ്ടും കൂട്ടി യോജിപ്പിക്കുക. അത്ര മഹത്തരമായ ഒരു ബന്ധത്തിന്റെ പേരാണ് ദാമ്പത്യം. എന്നിട്ട് എന്തുണ്ടായി? അവൾ ഡോക്ടറോട് പറയുന്നത് കേട്ടിൽ വെച്ചിട്ട്, അങ്ങനെ ഒരു മീസാക്കുന്ന വലിയതായി ഞാൻ എന്റെ ജീവിതത്തിന്റെ ഭാഗമായി ചേർത്ത് അവൾക്ക് ഈ രോഗം അവളുടെ ഒപ്പം പ്രതീക്ഷിച്ചിട്ടില്ല, അവളുടെ മാതാപിതാക്കൾ അറിഞ്ഞിട്ടില്ല, അവൾ അറിഞ്ഞിട്ടില്ല, ഞാൻ അറിഞ്ഞിട്ടില്ല. ഇനി ആ രോഗം എനിക്കാണെങ്കിലോ, ആ രോഗം അവൾക്കല്ല എനിക്കാണെങ്കിലോ? ഇതാണ് ഈ ചിന്തയാണ് ദാമ്പത്യം അല്ലെ? സെലീൽഖാന്റെ കഥ ചാനലൊക്കെ വന്നതാണ്. 22ാമത്തെ വയസ്സിൽ കല്യാണം കഴിച്ചിട്ട് അബുദാബി പോയിട്ട് ആക്സിഡന്റിൽ അരന്റെ ഭാഗം കംപ്ലീറ്റ് തളർത്തി. മാഹിക്കാരനാണ്, കുട്ടിപ്പണിക്കാരനാണ്. താഹിറത്താത്ത എന്ന് പറയുന്ന അതീവ സുന്ദരിയായ 18 വയസ്സിൽ ഒരു പെണ്ണ് കല്യാണം കഴിച്ചിട്ട് 22ാമത്തെ വയസ്സിൽ ഭർത്താവിന് ആക്സിഡന്റ് പറ്റിയിട്ട് അരന്റെ ഭാഗം തളർത്തി. 48 കൊല്ലത്തിലധികമാണ്. 72 വയസ്സിലാണ് സെലീൽഖാൻ മരിക്കുന്നത്, കഴിഞ്ഞ 2 വർഷങ്ങൾക്കപ്പുറം. ഇത്ര കാലയളവ് എല്ലാവരും സെലീൽഖാൻ പറഞ്ഞിട്ട് എനിക്ക് കൂടെ ജീവിച്ചിട്ട് കാര്യമില്ല, എനിക്ക് നിനക്കൊന്നും ശാരീരികമായി ചെയ്തു തരാൻ പറ്റില്ല, ഒന്നും ഒരു കുഞ്ഞിനെ പോലും തരാൻ എനിക്ക് കഴിയില്ല, നീ എത്ര സുന്ദരിയാണ്, എത്ര തറവാടിത്തമുള്ളവന്നാണ് പിടിക്കുക. ആഗ്രഹത്താത്ത പറഞ്ഞില്ല, നിങ്ങൾ എന്റെ സ്വർഗമാണ്. എന്താണ്? നിങ്ങൾ എന്റെ സ്വർഗമാണ്. നമ്മളൊക്കെ ദാമ്പത്യം ചെയ്ത് നയിക്കുന്നവരല്ലേ, നമ്മളൊക്കെ ദാമ്പത്യം ചെയ്ത് നയിക്കുന്നവരല്ലേ? എന്റെ സ്വർഗമാണ് എന്റെ സെലീൽഖാൻ. എന്നിട്ട് അവർ ജീവിച്ചു. ഇപ്പൊ അവർ വിധവയാണ്, സ്വർഗത്തിന് വേണ്ടി ജീവിച്ചു. റബ്ബിന് വേണ്ടി ഇന്നത്തെ വേണ്ട സ്വർഗത്തിൽ ആര് സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുകയും നരകത്ത് നകറ്റപ്പെടുകയും ചെയ്തോ അതാണ് വിജയം. ഖുർആന്റെ 3-ാം അധ്യായം 185. ഇതൊന്നും പ്രിയപ്പെട്ടവരെ, ദാമ്പത്യം, ദാമ്പത്യം സ്വർഗം നേടാനുള്ള 2ാമത്തെ ജീവിതത്തിന്റെ ഘട്ടം. ഒരു മകനായി ജീവിച്ചു, ഒരു മകളായി ജീവിച്ചു. ഇനി മരുമകളാകുകയാണ്, മരുമകനാകുകയാണ്, ഭർത്താവാകുകയാണ്, ഭാര്യയാവുകയാണ്. ഇവിടെ ഒറ്റ കാര്യമുള്ളൂ, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ച പോലെ നല്ലൊരു ഭർത്താവായി ഞാൻ ജീവിക്കുമെന്ന് അസ്ലം തീരുമാനിക്കുക. ഖദീജത്തുൽ ഖുബറയെ പോലെ, ആയിഷ ബീവിയെ പോലെ, മറിയം ബീവിയെ പോലെ പവിത്രതയായി ഞാനും ജീവിക്കുമെന്ന് ആയിഷ മോളും തീരുമാനിച്ചാൽ മാഷാ അല്ലാഹ് ആ ജീവിതം എത്രമേൽ ധന്യമാണ്. അതിന്റെ ഏറ്റവും കാതൽ എന്താണെന്ന് അറിയോ? വിട്ടുവീഴ്ച. അത് പറയും 64-ാം അധ്യായം 14 പറയുന്നു, ഇണകളിൽ ശത്രുക്കളുണ്ട്, മക്കളിൽ ശത്രുക്കളുണ്ട്. വിട്ടുവീഴ്ച, അങ്ങേയറ്റത്തെ പൊറുക്കൽ, ഇതെല്ലാം ഉണ്ടാവണമെന്ന് അള്ളാഹു പറയാം. ദാമ്പത്യം എന്ന് പറയുന്നത് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. സഹോദരി സഹോദരന്മാരെ വളരെയേറെ ശ്രദ്ധിച്ചുകൊണ്ട് വേണം നമ്മൾ ജീവിക്കാൻ. അതുകൊണ്ട് ഇവിടെ വിവാഹം നടക്കണം, സ്വർണ്ണാഭരണം മഹർ നിശ്ചയിച്ചുകൊണ്ട് ഇതെല്ലാം കയറും നൽകട്ടെ. ഒരു ചെറിയ കാര്യം മാത്രം. ഇപ്പൊ കസേരയിൽ ഇരുന്ന് നമസ്കരിക്കുന്ന ആളുകൾ, പല ആളുകളുടെ കൂടെ അപ്പൊ റുക്കോയിൽ പോകുന്ന രീതി തെറ്റായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമ്മൾ സാധാരണ റുക്കോയിൽ ചെല്ലും, പിന്നെ സുജൂദിൽ പോകുമ്പോ കൈ ഇങ്ങനെ വെക്കുക, അങ്ങനെയല്ല. സുജൂദിൽ കിടക്കുമ്പോ കൈ ഇങ്ങനെ കിടത്തി വെക്കുന്നത് നബി വിലക്കിയിട്ടുണ്ട്. നായ കൈ എങ്ങനെയാണ് വെക്കുന്നത്, അങ്ങനെ എന്റെ ഉമ്മത്തെ നിങ്ങൾ വെക്കരുത് എന്ന് മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് സുജൂദ് പോകുമ്പോൾ ഇങ്ങനെയല്ല, ഒരിക്കലും ഇങ്ങനെയല്ല, ഇങ്ങനെ തന്നെയാണ്. പക്ഷെ റുക്കുവിനേക്കാളും കുറച്ചുകൂടി സുജൂദ് പോകുമ്പോൾ ഇങ്ങനെ ചെയ്യും എന്നതൊഴിച്ചു നിർത്തിയാൽ ഈ കൈ വെക്കുന്ന പൊസിഷനിൽ മാറ്റമില്ല.
അതുകൊണ്ട് ഒരിക്കലും സുജൂദ് പോകുമ്പോൾ ഇങ്ങനെ വെക്കുന്ന രീതി പ്രോത്സാഹനജനകമല്ല. കണ്ടതുകൊണ്ട് സൂചിപ്പിച്ചു എന്ന് മാത്രം. എല്ലാം സൂക്ഷ്മമായി നിർവഹിക്കുന്ന സജ്ജനങ്ങളിൽ അള്ളാഹു നമ്മെ ഉൾച്ചേർത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ.